മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബിന്റെ അതിമഹത്തായ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. മഴയുടെ ഉപകാരങ്ങൾ ജീവിതത്തിൽ ഉടനീളം ആവോളം അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. മഴ ലഭിക്കാതിരിക്കുന്ന സമയത്ത് മഴയെപ്പോലെ കൃത്രിമമായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് എന്നല്ല ലോകത്തിന് തന്നെ കഴിയുന്നില്ല. അത്രമേൽ വളരെ അത്ഭുതമാണ്, വലിയ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. എന്നാൽ വളരെ വേദനയോടെ പറയട്ടെ, മഴ ലഭിക്കാതിരിക്കുന്ന സമയത്ത് മഴയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം ധാരാളമായി ദുആ ചെയ്യുന്ന നമ്മൾ, മഴ അധികമാവുമ്പോൾ മഴ നമ്മുടെ പല കാര്യങ്ങൾക്കും തടസ്സമാണെന്ന് നാം വിചാരിക്കുമ്പോൾ ദുആ ചെയ്ത അതേ നാവ് കൊണ്ട് തന്നെ മഴയെ തള്ളിപ്പറയാനും കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും നാം മടി കാണിക്കുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. മഴയെ നാം തള്ളിപ്പറയുമ്പോൾ അതുവഴി അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്തെയാണ് നാം തള്ളിപ്പറയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഴ ഒരു മഹാ അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആകാശ ലോകത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന ഈ മഴയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം, നമ്മുടെ ഈമാൻ രൂഢമായി മാറും എന്നത് ഫലമായ ഒരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിൽ 30ഓളം സ്ഥലങ്ങളിൽ മഴയെ സംബന്ധിച്ച് അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. മഴയുടെ മഹത്വവും വലിപ്പവും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ഒരു നിശ്ചിത അളവിൽ ആകാശ ലോകത്തിൽ നിന്നും ഞാൻ മഴ വർഷിപ്പിക്കുന്നു, എന്നിട്ട് ഫഅസ്കന്നാഹു ഫിൽ അർദ്, ആ മഴയെ, ആ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്യുന്നു. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ആ മഴയെ, ആ വെള്ളത്തെ നീക്കിക്കളയാൻ താൻ ശക്തനാണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. ഓരോ ഇടങ്ങളിലും മഴ വർഷിക്കുന്നതിന്റെ തോതും കണക്കും രീതിയുമെല്ലാം അല്ലാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. എത്ര നേരം, എത്ര അളവിൽ, ഏതൊക്കെ പ്രദേശങ്ങളിൽ മഴ വർഷിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്താണ് മഴ? ശാസ്ത്രലോകം ഒരുപാട് പുരോഗമിച്ച ഒരു കാലഘട്ടത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മൾ അറിയണം എന്താണ് മഴ. ശാസ്ത്രലോകം പറയുന്നു, സൂര്യന്റെ താണ്ഡവമേറ്റ് ഭൂമിയിലെ ജലാശയങ്ങളിലെ ജലം നീരുറവയായി അന്തരീക്ഷത്തിലേക്ക് ഉയരുകയും എന്നിട്ട് ആ നീരുറവ ഘനീഭവിച്ച് മേഘങ്ങളായി മാറി അത് ഭൂമിയിലേക്ക് തന്നെ പെയ്തിറങ്ങുന്ന ഈ ഒരു പ്രക്രിയക്കാണ് മഴ എന്ന് ശാസ്ത്രലോകം നമ്മോട് പറഞ്ഞു തരുമ്പോ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് എന്താണ്? അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالابصار. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂർ എന്ന് പറയുന്ന വളരെ മനോഹരമായ സൂറത്തിനകത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വിശദമായി, പഠനാർഹമായി മഴ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. അലം ധറ, നബി അങ്ങ് കാണുന്നില്ലേ? അന്നല്ലാഹ യുസ്ജി സഹാബൻ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാർമേഘത്തെ അല്ലാഹു തെളിച്ചു കൊണ്ടുവരികയും എന്നിട്ട് സുമ്മ യുഅല്ലിഫു ബൈനഹു, ആ കാർമേഘത്തെ അല്ലാഹു സംയോജിപ്പിക്കുകയും ഒരുമിച്ച് കൂട്ടുകയും എന്നിട്ട് സുമ്മ യജഅലുഹു റുകാമാ, ഈ കാർമേഘത്തെ അല്ലാഹു അട്ടിയായി വെക്കുകയും ചെയ്തു. ഖുർആന്റെ ഈ ഒരു വിശദീകരണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. റൺവേയിൽ നിന്ന് കുതിച്ചുയരുന്ന വിമാനങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ റോഡിലോടുന്ന വാഹനങ്ങൾ കട്ടറിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഇളക്കം പോലെ ഫ്ലൈറ്റ് ഇങ്ങനെ ഇളകുന്നത്, അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണത്? വാനലോകത്തുള്ള ചിതറിക്കിടക്കുന്ന കാർമേഘങ്ങളെ
വകഞ്ഞു മാറ്റിയിട്ട് ഈ ഫ്ലൈറ്റുകൾ ഇങ്ങനെ കുതിച്ചു പോകുമ്പോഴാണ് അതുണ്ടാക്കുന്നത്. അന്നല്ലാഹ യുസ്തി സഹാബൻ, ആ ചിതറിക്കിടക്കുന്ന കാർമേഘങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിച്ചു കൊണ്ടുവരുന്നു. കാറ്റടിച്ച് ഓരോ കാർമേഘങ്ങളെ അല്ലാഹു ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനെങ്ങനെ ഒരുമിച്ച് കൂട്ടി അട്ടിയായിട്ട് വെക്കുന്നു. എന്നിട്ടോ ഫതറൽ വദ്ക യഖ്റുജു മിൻ ഖിലാലി, ആ കാർമേഘങ്ങൾക്കിടയിൽ നിന്ന് മഴ വർഷിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നു വയനസിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ഫറദിൻ ഫയുസീബു ബിഹി മൻ യശാ, പർവ്വത സമാനമായ കാർമേഘങ്ങളിൽ നിന്ന് മഞ്ഞുകട്ടയായിട്ട് തന്നെ അല്ലാഹു ചിലപ്പോൾ ഭൂമിയിലേക്ക് ഇറക്കാറുണ്ട്. മഴ തീരെ പെയ്തിറങ്ങാത്ത ചില നാടുകളിൽ മഞ്ഞിന്റെ പാളികൾ ഭൂമിയിലേക്ക് പതിക്കാറുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്ന സമയത്ത് ആലിപ്പഴം എന്ന് നാം പറയുന്ന ആ ഒരു മഞ്ഞുപാളികൾ കിട്ടിയ അനുഭവം ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉണ്ടാകാം. ഏതായാലും വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നു ഫയുസീബു ബിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അത് എത്തിച്ചു കൊടുക്കുകയും വയസ്രിഫുഹു അമ്മൻ യശാ, അല്ലാത്തവർക്ക് അത് തിരിച്ചു വിടുകയും ചെയ്യുന്നു. യകാദു സനാ ബർഖിഹി യദ്ഹബു ബിൽ അബ്സാർ, അതിന്റെ മിന്നൽ വെളിച്ചം നമ്മുടെ കാഴ്ചകളെ റാഞ്ചിയെടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വളരെ അത്ഭുതത്തോടെ മനുഷ്യ ചിന്തകളെ കുലുക്കുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. വാനലോകത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴയുടെ പിന്നിൽ ഇത്തരം നീക്കങ്ങളുണ്ടെന്ന് ശാസ്ത്രലോകം ശാസ്ത്രീയമായി ഇന്നും തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശാസ്ത്രവിദ്യയും അതിന്റെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ മഴ പെയ്യുന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മഴയിൽ ഒരു വലിയ അത്ഭുതമുണ്ട്. ഈ മഴയെ കുറിച്ച് ചിന്തിക്കുകയും ആ മഴയുടെ പിന്നിലുള്ള നീക്കങ്ങളെ, അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും എന്നിട്ട് അല്ലാഹുവിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുക. അല്ലാതെ ഈ മഴയെ കുറ്റം പറയുകയും ആക്ഷേപിക്കുകയും നശിച്ച മഴ എന്ന് മനസ്സുകൊണ്ട് പറയുകയും നമ്മൾ ചെയ്യരുത്. ഈ മഴ, വെള്ളം എന്നൊക്കെ ഇതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ, ഒരു ചെലവുമില്ലാതെ ലഭിച്ചിരുന്ന പച്ചവെള്ളം ഇന്ന് ഒരു ലിറ്ററിന് 20 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇനിയൊരു മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയിട്ടായിരിക്കുമെന്നാണ് ആധുനിക പല പഠനങ്ങളും ഇന്ന് നമ്മോട് പറയുന്നത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ എന്ന സൂറത്തുൽ വാഖിഅയിലൂടെ അല്ലാഹു നമ്മോട് പറയുന്നുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വെള്ളത്തിന്റെ മഹത്വം മനസ്സിലാക്കി അതിനെ സസൂക്ഷ്മം മിതമായ നിലക്ക് ഉപയോഗിക്കുക. പുഴയുടെ അരികത്താണ് നീ വുളൂ ചെയ്യുന്നതെങ്കിൽ പോലും അമിതവ്യയം പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. അതുകൊണ്ട് വെള്ളത്തെ മിതമായ നിലക്ക്, അതിന്റെ സൂക്ഷ്മമായ നിലക്ക് ഉപയോഗിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി